നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടും വീടും ഒരുപോലെ ആശങ്കയിലാണ്. അവിടെ പെയ്യുന്ന ഓരോ മിസൈലും ഇങ്ങ് കേരളത്തിലെയും ഇന്ത്യയിലെയും സാധാരണക്കാരുടെ ഉറക്കം കെടുത്തുന്നുമുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവന ആ ഗൗരവം ഉൾക്കൊള്ളുന്നതാണ്. യുദ്ധം ഇന്ത്യ വല്ലാതെ അലട്ടുന്നുണ്ടെന്നും അവിടെയുള്ള നമ്മുടെ ആളുകളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ രാജ്യം സർവ്വസജ്ജമാണെന്നും അദ്ദേഹം ഉറപ്പു നൽകി കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ പ്രത്യേക വിമാനങ്ങൾ തയ്യാറാണെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു വാക്കല്ല, മറിച്ച് അടിയന്തര ഘട്ടങ്ങളിൽ പ്രവാസികളെ ചേർത്ത് പിടിക്കാനുള്ള രാജ്യത്തിന്റെ സന്നദ്ധതയാണ്. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളുമായി നിരന്തരം നയതന്ത്ര ചർച്ചകൾ നടന്നുവരുന്നു. പ്രത്യേക സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതും പൗരന്മാരുടെ സുരക്ഷയ്ക്കുള്ള മുൻഗണന വ്യക്തമാക്കുകയാണ്. യുദ്ധം വെറും ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, ലോകത്തെ എണ്ണ വിപണിയെ ഇത് നേരിട്ട് ബാധിച്ചിട്ടുമുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കുത്തനെയുള്ള വർധന ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചു തുടങ്ങിയെന്ന് വിദേശകാര്യമന്ത്രി തുറന്നു സമ്മതിച്ചു. ഇന്ധനവില കൂടിയാൽ അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കാണ് നയിക്കുക എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. സൗദിയിലെ അൽ ഖർജിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചുവെന്ന വാർത്തകൾ വലിയ പരിഭ്രാന്തി പരത്തിയിരുന്നു. എന്നാൽ റിയാദിലെ ഇന്ത്യൻ എംബസി ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തുവിടുന്നത്. ആക്രമണത്തിൽ ആരും മരിച്ചിട്ടില്ല. പരിക്കേറ്റ ഒരു ഇന്ത്യക്കാരൻ ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട്. അദ്ദേഹത്തെ എംബസി ഉദ്യോഗസ്ഥർ സന്ദർശിക്കുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങളിൽ പരിഭ്രാന്തരാകാതെ ഔദ്യോഗിക വിവരങ്ങൾ വിശ്വസിക്കുക എന്നതാണ് പ്രധാനം. സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾക്ക് പുറമെ UAE, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലും ആക്രമണ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിൽ വീടുകൾ തകർന്നതും UAEയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായതും പ്രവാസികളെ സംബന്ധിച്ച് കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ലോകരാജ്യങ്ങളിൽ ചൈനീസ് പ്രതിനിധികൾ നടത്തുന്ന ചർച്ചകളും മേഖലകളിലെ സമാധാനത്തിന് നിർണായകമാവും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.